ഇന്ന് സമുദ്രയുടെ 3.5 മാസത്തെ കുത്തിവയ്പ്പ് ദിവസം കണ്ടിട്ട് വരാം. സാധാരണ ദൈവം ഉണ്ടാവാറുണ്ട് സമുദ്ര റെഡിയാക്കാനൊക്കെ. ഇന്ന് അവൾക്ക് എക്സാം ആയതുകൊണ്ട് രാവിലെ അവൾ പോയിട്ടുണ്ടായിരുന്നു. സോ സമുദ്രം ഉറക്കിയിട്ട് ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ഡ്രസ്സും പാമ്പേഴ്സും കുത്തിവയ്പ്പിനുള്ള കാർഡും ഇതൊക്കെയുള്ള ബാഗൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ റെഡി ആവുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമുദ്രം ഞാൻ ഉണർത്തി ഒരു റൗണ്ട് ഫീഡൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മളോടൊരു 11:30 ആയിട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ബൈക്കിലാണ് പോകുന്നത്. ഇപ്പോൾ മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ മഴ തോന്നുന്ന ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ പോയിരുന്നാലും സാരമില്ല. 3.5 മാസത്തിലെ കുത്തിവയ്പ്പിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇൻസ്റ്റയിലിട്ടപ്പോൾ ഒരമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് കുത്തിവയ്ക്കാൻ കൊണ്ടുപോയത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണോ എന്നൊക്കെ. നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹെൽത്ത് സെൻറ്ററിൻ്റെ തന്നെ മിഡ് വൈഫ് സെൻറ്റർ നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാ ഇടങ്ങളിലും അതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇവിടെ മിഡ് വൈഫ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ ഗർഭിണികൾക്കും ഇതേപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ നടത്തുന്നത് ഈ ഒരു മിഡ് വൈഫ് സെൻറ്ററിലാണ്. നമ്മൾ ഹെൽത്ത് സെൻറ്ററിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് സമുദ്രയുടെയും ഇതുവരെയുള്ള കുത്തിവയ്പ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് ഭയങ്കരമായിട്ട് പറയണം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആശാവർക്കർമാരായിക്കോട്ടെ, നേഴ്സുമാരായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മളോട് സംസാരിക്കുന്ന ഇടപഴകുന്ന രീതി ഭയങ്കര പ്ലസൻ്റാണ്. അത് ഒരാളോടൊന്നല്ല, എല്ലാ വരുന്ന അമ്മമാരോടും കുഞ്ഞുങ്ങളോടും അവർ ഇടപഴകുന്ന രീതി ഭയങ്കര പ്ലസൻ്റാണ്. എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ നെഗറ്റീവുകൾ പറയുന്ന കൂട്ടത്തിൽ ഇത്തരം നല്ല കാര്യങ്ങളും പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും സമുദ്രം ഭയങ്കര ഓക്കെ ആയിരുന്നു. എനിക്കൊരു ഈസി പ്രോസസ്സായിട്ടാണ് ഈ ഒരു കുത്തിവയ്ക്കൽ പരിപാടി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആൾ കുറച്ച് വഴക്കൊക്കെ കാണിച്ചു തുടങ്ങി, നല്ല കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഓരോ മാസം കഴിയുന്നതോറും കുഞ്ഞുങ്ങൾ ഈ ലോകം കൂടുതൽ മനസ്സിലാക്കി വരികയാണല്ലോ. അപ്പോൾ ആ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തവണ കുറച്ച് കൂടുതൽ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നത്. എനിവേ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, അത് നല്ലൊരു കാര്യമല്ലേ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3.5 മാസത്തിലെ കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ ഇനി ഉടനെ ഒന്നും അങ്ങോട്ടേക്ക് പോകണ്ട. ഇനി 9-ാം മാസം കഴിയുമ്പോഴത്തേക്ക് ചെന്ന് അടുത്ത കുത്തിവയ്പ്പ് എടുത്താൽ മതി. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതുവരെ നമ്മൾ ഓരോ മാസവും മിഡ് വൈഫ് സെൻറ്ററിലോട്ട് പോകണമായിരുന്നു കുത്തിവയ്പ്പിന് വേണ്ടിയിട്ട്. പൊതുവേ നമ്മളങ്ങനെ കുത്തിവയ്പ്പുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ മിഡ് വൈഫ് സെൻറ്ററും ഹെൽത്ത് സെൻറ്ററും ഒക്കെ സന്ദർശിക്കാറുള്ളൂ, കുഞ്ഞുങ്ങളെ കൊണ്ടാണെങ്കിലും ഒക്കെ. ഇതല്ലാതെ നമ്മുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് അന്വേഷിക്കാം, അവരോട് സംസാരിക്കാം. കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണെന്നാണ് അവിടുത്തെ ഒരു ആശാവർക്കറോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ എല്ലാവരും ഒന്നും ഇത് ഉപയോഗപ്പെടുത്താറുമില്ല, അങ്ങനെ പോകാറുമില്ല, ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകത്തില്ല. നമ്മളാകെ ഈ ഒരു പരിപാടിക്കാണ് അവിടെ പോകുന്നത്. ഇനിയിപ്പം 9-ാം മാസം കഴിയുമ്പോഴത്തേക്ക് ചെന്നാൽ മതി എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഏതെങ്കിലും അമ്മമാർക്ക്, പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതേ പറ്റിയിട്ട്, എന്നാലും ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1.5 മാസം, പിന്നെ 2.5 മാസം, അത് കഴിഞ്ഞ് 3.5 മാസത്തെ കുത്തിവയ്പ്പ്, അത് കഴിഞ്ഞ് 9 മാസം കഴിയുമ്പോൾ ചെന്നാൽ മതി. 9 മാസം പൂർത്തിയായി കഴിയുമ്പോൾ ചെന്നാൽ മതി അടുത്ത കുത്തിവയ്പ്പിന് വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അധികം പുറത്തൊന്നും അങ്ങനെ നിൽക്കുന്നില്ല, കാരണം മഴയാണല്ലോ. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും മോണ്ടിസോറി മമ്മ ചാലഞ്ച് എന്നിട്ടിട്ട് മോണ്ടിസോറിയെ പറ്റി ഒന്നും ഇപ്പോൾ പറയുന്നില്ലല്ലോ എന്ന്. ഈ ആഴ്ചത്തെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞു, ഞാൻ കണ്ടു തീർത്തു. അസൈൻമെൻറ്റ് ഒരെണ്ണം കഴിഞ്ഞു, ബാക്കിയുള്ളതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അടുത്ത ഡേറ്റ് അറിയിച്ചിട്ടില്ല. അവർ ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അടുത്ത അസൈൻമെൻറ്റ് വെച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഈ ഡെയിലി ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ അതാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത്. പതിവിന് വിപരീതമായിട്ട് സമുദ്ര നല്ല ടാൻട്രംസ് ഉണ്ടായിരുന്നു, ഉറക്കക്കുറവുണ്ടായിരുന്നു. എനിവേ നാളെ നല്ലൊരു ദിവസം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബൈ.